നമസ്കാരം. കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ കൂടുതൽ ബോറോയിങ് പവർ ആണോ നല്ലത്? ഇത് രണ്ട് രീതിയിൽ പറയാം. നിങ്ങൾ താമസിക്കാനുള്ളൊരു വീടാണെങ്കിൽ ഇവിടെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങളുടെ റീപേയ്മെൻറ്റ് കുറവായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ അടയ്ക്കുന്നതിന് യാതൊരു ടാക്സ് ബെനിഫിറ്റും കിട്ടുന്നില്ല. വേറെ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താലും നിങ്ങൾക്ക് നല്ല ബോറോയിങ് പവർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാൻ കൺസിഡർ ചെയ്യാം. ഒരു ഇൻവെസ്റ്ററിൻ്റെ സ്റ്റോറിയിലൂടെ ഞാൻ വ്യക്തമാക്കാം. ഒരു ഇൻവെസ്റ്റർ ബാങ്കിൽ പോയി, ബാങ്ക് $4 ലക്ഷം അതിന് ബോറോയിങ് കൊടുത്തുള്ളൂ, പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരുന്നു. ഇൻവെസ്റ്റർ അവിടെ ഹാപ്പി ആയില്ല. ഇൻവെസ്റ്റർ ഒരു മോർഗേജ് ബ്രോക്കർ അടുത്ത് പോയി. മോർഗേജ് ബ്രോക്കർ പല ബാങ്കുകളിൽ വർക്ക് ചെയ്യുന്നതാണ്. മോർഗേജ് ബ്രോക്കർ പറഞ്ഞു $5 ലക്ഷം നമുക്ക് ബോറോയിങ് കിട്ടും, പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ്. ഇയാൾ $5 ലക്ഷം വെച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങി. കാരണം $4 ലക്ഷം ഒരു ഇൻവെസ്റ്റ് പ്രോപ്പർട്ടിയും അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. $5 ലക്ഷം ഇൻവെസ്റ്റ് പ്രോപ്പർട്ടി 10% വളർന്നു. $50,000 അദ്ദേഹത്തിന് ഒരു വർഷത്തിൽ പ്രോഫിറ്റ് കിട്ടി. ഒരു സൈഡിൽ പുള്ളിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ അടയ്ക്കേണ്ടി വന്നു, 1000, പക്ഷേ മറ്റ് സൈഡിൽ 10,000 പുള്ളിക്ക് ലാഭം കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് അടയ്ക്കുന്നത് ഇൻവെസ്റ്റ് പ്രോപ്പർട്ടി നിങ്ങളുടെ പേഴ്സണൽ നെയിമിലാണ്, ടാക്സ് ബെനിഫിറ്റും ഉണ്ട്. ഒരു ടാക്സ് അക്കൗണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ ബോറോയിങ് കിട്ടാൻ വേണ്ടി കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ നിങ്ങൾ ഓണർ ഒക്കെ പേരാണെങ്കിൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലതുമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.